പൂരം നഗരിയിൽ തൃശ്ശൂരിൽ ദൃശ്യവിരുന്നൊരുക്കി ബോൺ നദാലെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 15,000 ക്രിസ്മസ് പാപ്പാമാരാണ് നഗരത്തിൽ അണിനിരന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും വിഷ്ണു സുരേഷും തത്സമയം ചേരുകയാണ്. പറയൂ വിഷ്ണു. ഓണത്താലയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 5:30 ആരംഭിച്ച് 15,000-ഓളം വരുന്ന പാപ്പകൾ സ്വരാജ് റൗണ്ട് കീഴടക്കി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒളരിക്കരയുടെ പാപ്പാജികൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ ഈ പ്രത്യേകം തയ്യാറാക്കിയ ഓണത്താല ഗാനത്തിന് നൃത്തം വെക്കുന്നതാണ് കാഴ്ച. പ്രായഭേദമന്യുള്ള ആളുകൾ, മുമ്പിൽ തന്നെ നിൽക്കുന്ന ആളുകളുടെ പ്രായമൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫുൾ കളറായിരുന്നു ഈ ദിവസം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത്. പുലികളിയും അതോടൊപ്പം പൂരവും ഒക്കെ എങ്ങനെയാണ് തൃശ്ശൂരുകാർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ബോൺനത്താലയും ഏറ്റെടുത്തു. കഴിഞ്ഞ 12 വർഷമായി ബോൺനത്താലെ കൂടുതൽ വികസിതമായ കൂടുതൽ പുതിയ കളറോട് കൂടിയൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ എങ്ങനെയുണ്ട്? ഇത്തവണ എങ്ങനെയുണ്ട്? സൗണ്ട് വളരെ കൂടുതലാണ്, അതുകൊണ്ടൊന്നും കേൾക്കുന്നില്ല. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ആളുകളെല്ലാവരും. സൂരജ് സജി നമുക്കിപ്പം ചേരുന്നുണ്ട്. സൂരജമാണ് ഈ ടൂറോടെ ചുമതലയുള്ള ആള്. രണ്ടാമത്തെ തവണയാണ് പൂർണ്ണത്താരുടെ ഭാഗമാകുന്നത്. ഇത്തവണത്തെ കുറച്ചുകൂടി ആൾക്കാർ കൂടുതലുണ്ട്, കുറെ ടാബ്ലോകളുണ്ട്, അതൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകത അല്ലേ? അത് തന്നെയാണ്. അതായത് വിഷ്ണു, വലിയ ആവേശമാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച്. പൂരവും പുലിക്കളിയും ഒക്കെ എങ്ങനെയാണ് അത്തരത്തിൽ തന്നെയാണ്. അത് വലിയ ആവേശം. അതോടൊപ്പം തന്നെ പുതുമകളുണ്ട്. അതായത് ഈ ടെക്നോളജിയെ കൂടുതൽ അടയാളപ്പെടുത്തുന്നുണ്ട്. AI നിശ്ചല ദൃശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹെലിക്യാം ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ, അതായത് ഈ ഡ്രോണിൽ വരുന്ന പാപ്പ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തതകൾ ഏറെയാണ്. അതാ ഇവരെല്ലാവരും ഒളരിക്കര അല്ലെ, അതാണ് കുട്ടികളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഏറ്റവും കൂടുതൽ ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഏറ്റവും കൂടുതൽ പപ്പാജികളെ എത്തുകയും ചെയ്തത് ഇത്തവണ കുട്ടികളാണ്. അവര് അത് കഴിഞ്ഞ് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിന്റെ മത്സരഫല പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. ഏതിടവകയാണ് ജയിച്ചതെന്നൊക്കെ അല്പസമയത്തിനകം തന്നെ അറിയാനാകും. 2013 മാർ ആൻഡ്രൂസ് താഴത്തിലാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ക്രിസ്മസ് എന്നുള്ളത് കേവലം ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല, അത് മനുഷ്യന്റെ സമാധാനത്തിന് സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ടായി ഇത്തവണ? എങ്ങനെയുണ്ടായിരുന്നു? നടന്ന് ക്ഷീണിച്ചോ? ഇനി 2 അല്ല 3 പ്രാവശ്യം നടന്നാലും ക്ഷീണിക്കില്ലേ? കപ്പടിക്കും. കപ്പ അവര് തരുമെന്ന് അറിഞ്ഞൂടാ. കപ്പൊന്നും കിട്ടിയില്ലല്ലോ, ഒരു വിഷയമില്ല. ഞങ്ങൾക്ക് കപ്പ് കിട്ടിയില്ലേലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അടുത്ത തവണ വരും. എല്ലാ തവണ വരും, ഉറപ്പില്ല. ജീവിച്ചിരിക്കണ്ടെങ്കിൽ അടുത്ത തവണ ഉറപ്പായും വരും. ജീവിച്ചിരുന്നാൽ ഉറപ്പായും വരും. അത് തൃശ്ശൂരിന്റെ ഒരു പൊതു സ്വഭാവമാണ്, ഒരു ആഘോഷമാണ്. അത് പൂരത്തിലും പുലികളിലും ഒക്കെ കാണുന്ന പോലെ ബോൺനത്താലയിലും ഇത്തവണയും ഒരു കുറവുമില്ലാതെ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. വിഷ്ണു സുരേഷും സൂരജ് സജിയുമാണ് ബോൺ നദാലയുടെ ഭാഗമായി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേർന്നത്. എന്തായാലും ഒരു നല്ല ദൃശ്യവിരുന്നായിരുന്നു തൃശ്ശൂർ സമ്മാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.